സമയം ഇപ്പം രാവിലെ 3:45. ഞാൻ 3:45 എണീച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് നോമ്പ് പിടിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീക്കണമല്ലോ, അതുകൊണ്ടാണ് ഇപ്പം 3:45 എണീച്ചേക്കുന്നത്. ഞാൻ നോമ്പ് പിടിക്കുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വേയിലാണ് നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 5:10 ബാങ്ക് കേൾക്കുന്നത്. 5:10 നമ്മൾ ഫുഡ് കഴിച്ച് സെറ്റ് ആവണം. ഞാൻ നോമ്പ് പിടിക്കുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ച് പ്രോപ്പറായിട്ട് സെറ്റാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. തലയിറങ്ങി വീഴുമോ എന്തോ, എന്തായാലും നോക്കാം സെറ്റാവുമെന്ന്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എനിക്കറിയത്തില്ല അതെന്താ, ഒരു പ്രാർത്ഥന സംതിങ് ആണത്. അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നെയാണ്. അത് ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ട് കിടക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടാണ് നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ബാങ്ക് കേൾക്കുന്നവരെ ഞാൻ നോമ്പായിരിക്കും. നോമ്പ് പിടിച്ച് ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്ന്, അപ്പോൾ നോമ്പെടുക്കാത്ത ഒരാൾ നോമ്പെടുക്കുമ്പോൾ എങ്ങനെയാണെന്നും നോമ്പെടുക്കുന്നവർ ആ ഒരു കഷ്ടപ്പാട് എങ്ങനെയാണെന്നും പറഞ്ഞുതരാം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലാണ് ഇതിലെ മെയിൻ പരിപാടി, കുറച്ച് പാടുള്ള പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പല്ല് കഴിക്കാൻ പോകാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ലാഗാവും. കഴിക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് വിളി കേട്ടിട്ട് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് എൻ്റെ ഫ്രണ്ട്സ് സൗദാ ബീവി, ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവള് പറഞ്ഞു തന്നിട്ടുള്ളത് ബാങ്ക് വിളിക്ക് ശേഷം കഴിക്കാൻ നിന്നാൽ അത് തെറ്റിത്തരമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് കഴിക്കണം, അതാണ് പ്ലാൻ. കുറേ നാൾക്ക് ശേഷം ഇന്നാണ് ഞാൻ വെളുപ്പിനെ 6 മണിക്ക് മുമ്പേ ഉള്ള ടൈം ഞാൻ കാണുന്നത്. ടൂറിന് പോയപ്പോൾ പോലും ഞാൻ നേരത്തെ എണീച്ചിട്ടില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ച് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അധികം വീടുകളൊന്നുമില്ല, ഇങ്ങനെ അപ്പുറത്തോട്ടൊക്കെ വീടുകളുണ്ട്. പക്ഷെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പൊതുശല്യമാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യമായിട്ട് ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. എന്തായാലും നമുക്ക് പല്ല് വെച്ചിട്ട് ഫുഡ് കഴിക്കാം. പല്ല് വെച്ച് സെറ്റായി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഫ്രണ്ടിൽ വന്ന് എടുക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഉപ്പുമാവ് കഴിക്കുന്ന സമയം 4:30 കഴിഞ്ഞേ ഉള്ളൂ. ഇതാണ് ഇനി എന്നെ 6:30 വരെ താങ്ങി നിർത്തേണ്ട സാധനം. ഫുള്ള് കഴിച്ച് വയറ് നിറക്കിട്ട് ഓക്കെ. അപ്പോൾ ഫുഡ് കഴിച്ച് എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. കുറച്ച് മീൻസ് എനിക്ക് വെളുപ്പിനെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ച്, ഞാൻ എത്ര നേരം വേണമെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കാൻ എനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷേ വെള്ളം കുടിക്കാതിരിക്കുന്ന എനിക്ക് പാടുള്ള കാര്യമാണ്. ഒരു ദിവസം നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആളാണ്. എങ്ങനെ 6:30 വരെ വെള്ളം കുടിക്കാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു, അതിൽ ചിലപ്പോൾ ഞാൻ തളർന്നു പോകുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ തളരില്ല ഗൈസ്. ഇത് ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തു. അതായത് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും. നോമ്പ് പക്കയായിട്ട് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പിടിച്ചിരിക്കും. ഇതെൻ്റെ സത്യം. അപ്പോഴും ഇനി ബാങ്ക് വിളിക്കാൻ സമയമായി, 5 മണി ആവാറാവുന്നു. അപ്പം ഞാൻ പോയി ബാങ്ക് വിളിക്ക് കാതുറക്കട്ടെ. ഗൈസ്, നിങ്ങളത് കേട്ടാ? ബാങ്ക് വിളിക്കുന്നു. എനിക്ക് ഇതിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ബാങ്ക് വിളിക്കുന്നു. അങ്ങനെ ഞാൻ ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കേൾക്കാവോ? സെറ്റ്. അപ്പോൾ ഞാൻ ബാങ്ക് വിളിക്ക് മുമ്പ് അതിന് മുമ്പുള്ള എല്ലാ പരിപാടികളും സെറ്റാക്കി പക്ക. ഹാപ്പിയായി, സന്തോഷമായി. അയ്യോ, ഞാൻ വിചാരിച്ചത് മിസ്സായി പോകുന്നതാണ്. അതാണ്ട് ബാങ്ക് വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ബാങ്ക് വിളിക്കുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഓക്കെ, ബാങ്ക് വിളിച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സമയം കറക്റ്റ് എനിക്ക് തോന്നുന്നു 5:10 എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു, 7:45 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനാണെങ്കിൽ
ബാങ്ക് വിളി കേട്ടിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. എന്നിട്ട് പെണിച്ച് കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ കോളേജിൽ പോകണം. അപ്പം നേരെ നമുക്കിനി കോളേജിൽ പോകാം. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തി. അപ്പോൾ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് അസിഡിറ്റി ഉണ്ട്. അത് മിക്കവാറും വെളുപ്പിനെ ഫുഡ് കഴിച്ചതിൻ്റെ ആയിരിക്കും. കുഴപ്പമില്ല, 6:30 വരെ പോകും. ക്ലാസ്സിൽ പിന്നെ എല്ലാവരും ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ക്യാമറ എടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നുമല്ല, ഇനി ബാക്കി കിടക്കുന്നേ ഉള്ളൂ. ഇന്ന് ഭയങ്കര റിച്ച് കണ്ടന്റാണ്. അപ്പം ഞാൻ വിചാരിച്ച് ലോങ് വ്ലോഗായിട്ട് തന്നെ ചെയ്യാം. ഗൈസ്, ഇതാണ് എൻ്റെ നോമ്പിൻ്റെ മെൻഡർ. എന്താണ് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ? രാവിലെ വിളിച്ച് ചോദിച്ച് ഇടയത്താഴമൊക്കെ കഴിച്ചിട്ട് അവൻ ചോദിച്ച് എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്നലെ പറഞ്ഞു കൊടുത്ത് ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്ര മണിയായപ്പോൾ ബാങ്കൊക്കെ കേട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ നോമ്പിൻ്റെ മെൻഡർ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ എല്ലാം ഞാൻ പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടും കറക്റ്റ് പക്കയായിട്ടായിരിക്കും. 6 മണി വരെ പുല്ലുവല വെക്കും. നമ്മൾ തമിഴ്നയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്. കിടുക്കൻ തമിഴ്നയിലായിരിക്കും. ഞെട്ടും, നിങ്ങൾ ഞെട്ടും. തമന്നേന്ന് നോക്കൂ, കാണിച്ചു വിടുക. പ്രാക്ടീസ് ആണ്. നമ്മുടെ കോളേജിലേക്ക് നമ്മുടെ വക ഒരു കിടുക്കാച്ചി ഡാൻസ് ഉണ്ട്. ഞാനുണ്ട്. നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 11:30-11:45 ഇതുവരെയായിട്ടും എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് തളർച്ചയോ ക്ഷീണമോ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ പിന്നെ നന്നായിട്ട് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയോ ഓടുകയും ചാടുകയൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് വെള്ളം തായ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഈ തുപ്പലിങ്ങനെ കുടിച്ചിറക്കരുതെന്ന് ഇവിടെ നിന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ തുപ്പിയാണ് നടക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കോളേജിൽ നിന്ന് പോയിട്ട് വേറെ കുറച്ച് ഗ്രാൻഡ് പരിപാടികളുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ ഗൈസ്, ഇപ്പൊ സമയം എത്രയാണ്? 12:45. ഇപ്പോഴ് എന്താ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തായ്ക്കുന്നുണ്ട്. വിശപ്പ് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫുഡ് കഴിക്കുന്നതാണ്. കാണാൻ നേരത്തൊരു പ്രലോഭനം തോന്നും. നമ്മളതിലൊന്നും വീഴാൻ പാടില്ല. ഒരു നേരം ഫുഡ് കിട്ടാത്തവരെ കൊണ്ടല്ലേ. അവർക്ക് എങ്ങനെയാണ് ജീവിക്കണം? ഇനി ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇതിന്റെ ക്ഷീണം എല്ലാം കൂടെ അങ്ങ് മാറ്റും. അപ്പം ഞാൻ ജയകൃഷ്ണൻ, സൗരവ്, അഞ്ജിത, അപ്പം നമ്മളെല്ലാവരും കൂടെ നേരെ അഞ്ജിതയുടെ ഉള്ളിലോട്ട് പോകാൻ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയുണ്ട്. വെള്ളം തായ്ക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വെള്ളം തായ്ക്കുന്നുണ്ട്. നോമ്പ് മുറിക്കുന്ന 6:30-6:45 ആ സമയം വരെ നിൽക്കണം. അപ്പം ഇനി നേരെ നമുക്ക് അഞ്ജിതയുടെ ഉള്ളിലോട്ട് പോകാം. വണ്ടി നമ്പർ പ്ലേറ്റ് കാണിക്കല്ലേ, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്പർ പ്ലേറ്റ് കൊടുക്കല്ലേ. അപ്പം നമ്മൾ അഞ്ജിതയുടെ വീട്ടിലെത്തി. ഞാൻ ഒരുപാട് സൗണ്ടിലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അവളുടെ വീട്. നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയുണ്ട്, അതൊന്ന് സെറ്റാക്കട്ടെ. എൻ്റെ അടുത്തിരുന്ന് വെള്ളം കുടിക്കും, എനിക്ക് സഹിക്കണില്ല. അതായത് നമ്മളിനി ഇവിടെ നിന്ന് വെച്ച് മരിച്ചീനി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഉള്ളിയും മുളകും ഇല്ലേ, ഉള്ളിച്ചമ്മന്തി അതും ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് സെറ്റായിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകും. അതാണ് പരിപാടി. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറൊന്നും ഞാൻ ഓവറായിട്ട് എടുത്തിട്ട് ലാഗാക്കണില്ല. അപ്പോൾ ഉള്ളി ഇവിടെ ഉണ്ട്, ചീനി അവിടെ ഇട്ട് സെറ്റാക്കണം. ഓക്കെ, അല്ല സീഡ് മസാല പാട്ട് നീ പഠിച്ചിരിക്കണം, അല്ലാതെ ജീവിതത്തിൽ ഒന്നും രക്ഷപ്പെടില്ല നമ്മൾ. കാരണം നമ്മളെ കൂടെ ഉള്ളൊരു പയ്യൻ ഇത് കണക്ക് നമ്മളെ ഉള്ളിയും മുളകും സെറ്റാക്കി ഗായ്സ്. ഇനി അടുത്ത മരിച്ചീനിക്കുള്ള അരപ്പുണ്ടാക്കണം. അതിന് കഴിഞ്ഞാൽ അതുകൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ പരിപാടി ഇരുന്ന് പിന്നെ കുടിക്കാൻ റെഡിയാ പോവാ.
കുക്ക് ചെയ്യണ പരിപാടിക്ക് ഏകദേശം കഴിഞ്ഞ്. ഇനി മരിച്ചിനി ഒന്ന് വെന്ത് വരണം. നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇനിയാണ് മെയിൻ പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകും. ഇവിടെ എന്തായാലും രാത്രി ഇവിടെ കിടക്കണത് ഗൈസ്, ഇത് കണ്ടില്ലേ? ഇവർ ചൂടായതുകൊണ്ട് രാത്രി പുറത്താണ് ഇറങ്ങി കിടക്കണം. ചീട്ടുകളി ചീട്ടുകളി, നിയമവിരുദ്ധ കളി, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നോമ്പ് പിടിച്ചിട്ട് എങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ ഈ ചൂടത്ത് നടക്കുന്നത് സത്യമായിട്ടും അറിയത്തില്ല. എനിക്കാണ് നല്ല ചൂടും എടുക്കുന്നു, വെള്ളവും തായ്ക്കുന്നു. ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും 6:30 ആകുമ്പം 6:30 6:45 നോമ്പ് കുറിക്കണം എന്തായാലും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫുഡ് ഏകദേശം ഉണ്ടാക്കി കഴിയാറായി. ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ച് പരിപാടികളേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഫുഡിൻ്റെ പരിപാടി കഴിയും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് റെഡി ആയിട്ട് ബീച്ചിലോട്ട് പോകും. എനിക്ക് ഡ്രസ്സൊന്ന് മാറണം, സെറ്റാവണം. അപ്പോൾ ബീച്ചിലാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ കുളിച്ച് സെറ്റായി. ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല ചൂടാണ്. എനിക്കറിയത്തില്ല ഇനി ഇവിടുത്തെ പ്രത്യേകതയാണ് അത് ഇന്നത്തെ കാലാവസ്ഥ തന്നെയാണെന്ന് അറിയത്തില്ല. ഞാൻ നോമ്പ് പിടിച്ച ദിവസം തന്നെ ഭയങ്കര ചൂട്. അങ്ങനെ ഞാനാണെങ്കിൽ അഞ്ജിതയുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയി കുളിച്ച്. ഇവിടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി കുളിച്ച് സെറ്റായി. പക്ഷേ കുളിച്ചിട്ടും ഭയങ്കര ചൂട്, വെള്ളത്തിന് വരെ ചൂട്. നമ്മൾ നേരെ ഇനി ബീച്ചിലോട്ട് പോവുക. അപ്പോൾ ഗൈസ് ഞാൻ ബീച്ചിലെത്തി. ഞാൻ മാത്രമല്ല, നമ്മൾ കുറച്ച് പേര് ബീച്ചിലോട്ട് വന്ന്. അതായത് നമ്മുടെ ഗെറ്റ് ടുഗദർ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കാണാൻ പറ്റുമോ? അവിടെ നമ്മൾ ചെറുതായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഇരുട്ടാൻ നേരത്ത് ലൈറ്റും സംഭവമൊക്കെ ഇട്ട് അടിപൊളിയാക്കും. അഞ്ജിത, ഹിമ, ഫ്രാൻസിസ്, അസ്ലം, അങ്ങനെ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ റെഡിയായി. ഞാൻ അഞ്ജിതയുടെ വീട്ടിൽ നിന്ന് കുളിച്ച് സെറ്റായി. പിന്നെ നോമ്പിൻ്റെ കാര്യം സത്യം പറയാലോ, ഫുഡ് കഴിക്കാതിരിക്കുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ വെള്ളം കുടിക്കാതിരിക്കുന്നത് ഭയങ്കര പാടാണ്. അതുമല്ല, ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാതിരിക്കുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഈ തുപ്പൽ പോലും കുടിച്ചിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. നല്ല പാടാണ്. നോമ്പെടുക്കുന്നവരെ ഒരു ബിഗ് സല്യൂട്ട്. സത്യം പറയാലോ, നല്ല പാടാണ്. ഒടുക്കത്തെ വെയിൽ മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു പുഴുങ്ങിച്ച ഒരവസ്ഥയാണ്. അതുകൊണ്ട് ചൂടുമല്ല, പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് വിയർത്ത് കുളിച്ച്. അപ്പോൾ നോമ്പെടുക്കുന്നവർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ എന്തായാലും 6:45 6:45 നോമ്പ് കുറിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതുവരെയും പ്രോപ്പറായിട്ട് എല്ലാം പക്കയായിട്ടാണ് ചെയ്തത്. ഞാൻ ഒരു ഉമിനീര് പോലും കുടിച്ചിറക്കുന്നില്ല. അപ്പം ഓക്കെയാണ്. നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഭയങ്കര പാടുള്ള കാര്യമാണ് നോമ്പെടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നോമ്പെടുക്കുന്നവരെയൊന്നും ചുമ്മാ കളിയാക്കുകയും ചെയ്യില്ല കേട്ടേ. അപ്പോൾ ഓക്കെ, ബാക്കി പരിപാടികൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 6:27 നോമ്പ് മുറിക്കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇത്ര നേരമായിട്ടും നല്ല ദാഹമുണ്ടെങ്കിലും കുഴപ്പമില്ല, എത്ര നേരം പിടിച്ചിരുന്ന്. രാവിലെ 3 മണിക്ക് എണീച്ചാണ്. ഇപ്പോൾ സമയം 6:30 ആവാറായി. ഇത്ര നേരം ഞാൻ നോമ്പ് പിടിച്ചിരുന്നു. പിന്നെ ഈ നോമ്പ് പിടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ല മെനക്കേടാണ്. നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പ പരിപാടിയല്ല. അപ്പോൾ എല്ലാവരും നോമ്പ് പിടിക്കുന്ന എല്ലാവരെയും ഞാൻ നമിച്ചു കൊള്ളുന്നു. ഗൈസ്, ഞാൻ നോമ്പ് പിടിക്കാൻ പോണതാണ്. ഈ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അല്ലാഹുമ്മ സിന്ധു അദാലിക അഫ്തർതു. ഗൈസ്, എന്റെ പൊന്നേ. അപ്പൊ ഗൈസ്, ഞാൻ ഒഫീഷ്യലി നോമ്പ് തുറന്ന് രാവിലെ 3 മണിക്ക് തുടങ്ങിയതായിരുന്നു. ഇപ്പൊ 6:30 ആയപ്പോൾ നോമ്പ് മുറിച്ച്. അടിപൊളി, എൻ്റെ ലൈഫിലെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മുടെ ടീമെല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാവരും നോമ്പ് തുറക്കാൻ പോവുക. എല്ലാവരും നോമ്പൊന്നുമില്ലായിരുന്നു, പക്ഷേ നമ്മളെല്ലാവരും നോമ്പുള്ളവർ കൂടുതലുള്ളതുകൊണ്ട് അപ്പം ആ രീതിയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അവസാനത്തെ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും സെറ്റാണ്.
ഗായ്സ്, അപ്പോൾ നമ്മളിവിടുത്തെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇനി പോകാൻ പോണ്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. ഭയങ്കര റിച്ച് കണ്ടന്റ് ആയില്ലേ? അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നുന്നില്ല എന്താണ്ടു. അപ്പോൾ എല്ലാവരും പോകുന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഒരു 40 വയസ്സാകുമ്പോൾ നമ്മൾ കുടംബഴി ഇപ്പോഴേ ചുമച്ച് കുറച്ചൊക്കെ നടക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇവനിപ്പോഴേ 40 വയസ്സായി. അപ്പോഴേ അടുത്തൊരു നമ്മളെല്ലാം ഞങ്ങളെല്ലാം ഉണ്ട്.